നമുക്ക് തോന്നിയൊരു കാര്യമാണ്. ഒരു ജിമ്മ് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അതാകുമ്പോൾ വെറുതെ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ട് പിന്നെ പോകാതിരിക്കുന്നതിനും പകരം ബാക്കിയുള്ളവർ അവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനോ എന്നുള്ള മൈൻഡിൽ തുടങ്ങിയതാണ്. അതാണ്. അപ്പോൾ ഈ ഇറങ്ങിയ സമയത്തും ഉദ്ഘാടനം ഒരുമിച്ചായത് എങ്ങനെയാണ്? അത് ഭയങ്കര ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതം. ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്നാണ് ഈ പറയാം. അതായത് പുറത്തായതിന്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ഇന്ന് തന്നെ കിട്ടിയൊരു ഭാഗ്യമാണ്. കൃത്യം ഞാൻ ഔട്ടായി നാട്ടിലെത്തി അതേ ദിവസം തന്നെയാണ് ഇവർ നേരത്തെ ഉദ്ഘാടനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് രണ്ടൊരു കോയിൻസിഡൻസ് ആയിട്ട് കിട്ടി. അതിന് സന്തോഷമാണ്. ജിൻഡോ വന്നു കഴിഞ്ഞാൽ ജിൻഡോനെ കൊണ്ട് കൊണ്ടുവരുമോ? ഉറപ്പായിട്ടും. ഇതാണ് പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞ ജിമ്മ്. പല അവസരങ്ങളിലും തല്ലുപിടിക്കുമ്പോൾ ഞങ്ങൾ വന്നിരുന്ന ആ ജിമ്മാണ് ഈ ജിമ്മ്. അതായത് നമ്മൾ തുടങ്ങും എന്ന് പറയുന്ന ജിമ്മാണ് ജിമ്മ്. അപ്പോൾ ജിൻഡോ ചേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ജിൻഡോ ചേട്ടൻ ഒരു ദിവസം കൂടി കൊണ്ടുവരണം. തിരിച്ച് പോകാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഇന്ന് ഞാൻ പ്രൊമോ കണ്ടു. അതായത് നാളെ എന്തോ ഹോട്ടലിന്റെ ടാസ്ക്കാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ ഇപ്പോൾ ടാസ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. അത് അങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത്. ഞാനിപ്പോഴും ആ ഇതിൽ തന്നെ എന്നും ഓട്ടത്തിലായതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ തന്നെയാണ്. പക്ഷെ ആ ഒരു ഹാങ് ഓവർ പോകും. 2 മാസത്തിൽ മാറുമായിരിക്കും. എന്തെങ്കിലും കണ്ടോ? കണ്ടു. ഞാൻ കുറേ പരിപാടികളൊക്കെ കണ്ടു. ഓബ്വിയസ്ലി ഞാൻ അത് എക്സ്പെക്റ്റഡ് ആണ്. അവിടെ പോകുന്നതിന് മുമ്പേ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല. പിന്നെ എനിക്ക് അകത്ത് നിൽക്കുമ്പോഴും അറിയാം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടേ പോവുള്ളൂ എന്നുള്ളത്. ഡൗട്ട് ആവുണ്ടായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടൻ. എനിക്ക് ഫോൺ കിട്ടിയ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കണം. എനിക്ക് നമ്പർ ഒപ്പിക്കാനായിട്ട് എന്താ വഴിയെന്ന് അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ട് ഓരോരുത്തർക്കൊക്കെ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങണം. എനിക്ക് പതുക്കെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ഫാമിലിൻ്റെ റെസ്പോൺസ് അതാണ് എൻ്റെ ഏറ്റവും വലിയ ബലം. വെരി ഹാപ്പി അബൌട്ട് ദ ഹോൾ തിങ്. എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ വീട്ടിൽ കയറിനേക്കാളും എന്നോട് പപ്പ പറഞ്ഞു, എന്ത് വന്നാലും നിന്റെ രീതിയിൽ കളിച്ചോ, നമുക്ക് എന്ത് വന്നാലും ഒരുമിച്ച് ഫേസ് ചെയ്യാൻ ഞങ്ങളുടെ കൂടെ. അതേ ഡയലോഗ് തന്നെയാണ് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല. ജാസ്മിൻ്റെ മൈനിലുള്ള പോലെയല്ല പുറത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ കാണുന്ന വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹൗസിൻ്റെ ഉള്ളിൽ ആദ്യം തൊട്ടേ പറയുന്നതാണ്, ഞാൻ അങ്ങനെ തന്നെയാണ്. എൻ്റെ ലവ് ലാംഗ്വേജ് എന്താ, എൻ്റെ ഫിസിക്കൽ കംഫർട്ട് എന്താണെന്നുള്ളത് എൻ്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അത് ഞാൻ ഒരു പരിധി വിട്ട് ഒരു ബൗണ്ടറി വിട്ട് പോകില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ പ്രോപ്പർ ട്രസ്റ്റ് ഓൺ മീ. അതിൽ ആ കാര്യത്തിൽ അവർ വിഷമിക്കില്ല. ഇതിൻ്റെ പേരിൽ എന്നെ ചീത്ത പറയുന്ന അല്ലെങ്കിൽ മോശം രീതിയിൽ ഡിഗ്രേഡ് ചെയ്യുന്നതിൽ അവർ ചിലപ്പോൾ വിഷമിക്കും. അല്ലാതെ മറ്റേതിൽ അവർക്ക് അത്ര എഫക്റ്റീവായിട്ട് അവർ ഫീൽ ചെയ്യുന്നു. ഗെയിം എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവാം. ഒരാഴ്ച ധാരാളം മതി ഒരു ഗെയിം ഒരാളുടെ ഗെയിം കംപ്ലീറ്റ്ലി ടോട്ടലി ചേഞ്ച് ചെയ്യാനായിട്ട്. ജിൻഡോ ചേട്ടൻ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരാഴ്ച നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം കൃത്യമായിട്ട് അതെങ്ങനെ മാറ്റി പോസിറ്റീവ് ആക്കണം എന്നുള്ളത്.